അതൊക്കെ എവിടെത്തി? അവിടെ കഴിഞ്ഞോ? ആഹാ, ഞാൻ ലൊക്കേഷൻ അയച്ചു തരണോ ഇക്കയ്ക്ക്? ഓ ശരി ശരി, ഞാൻ ഇക്കയ്ക്കകത്തെ വീടിന്റെ പുറത്ത് തന്നെ ഉണ്ടോ, പെട്ടെന്ന് പോയോ. ഓക്കെ. ആരാ സിദ്ധു വിളിച്ചേ? ചൂസേ, നമുക്കേ ഇന്നൊരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റാ? ആരാ? ഷിഹാബിക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഷിഹാബിക്ക? ആ, സിദ്ധുന്റെ കൂടെ ദുബായില് വർക്ക് ചെയ്യുന്നേ, അന്ന് ഇവിടെ വന്നേ, കോഴിക്കോടുള്ള. അശോ, ഇക്ക വരുന്നുണ്ടാ? ഇപ്പൊ എത്തും. എന്നാ പിന്നെ ഒരു വാക്ക് നേരത്തെ പറയാൻ പാടില്ലായിരുന്നു സിദ്ധു. ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ. അതല്ല, ഞാൻ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാറുണ്ടല്ലോ, ഫുഡ് എന്തെങ്കിലും സ്പെഷ്യല്? അതൊന്നും കുഴപ്പമില്ല, ഇക്കല്ലേ. ഇക്ക ഇങ്ങോട്ട് വരും, ഇക്കയുടെ ഒരു പെട്ടി എന്തെങ്കിലും ഉണ്ട്, അത് മേടിച്ചിട്ട് ഇക്ക അങ്ങ് പോകും. സീനൊന്നുമില്ല. എന്നിട്ട് ആളവിടെ എത്തി? ആളടുത്തെത്തിനാ പറഞ്ഞേ. അതാണെന്ന് തോന്നുന്നു. സിദ്ധു, കൂടാരം വേണം, കൂട്ടിലൊരു ലാൻഡ് ഫോണും വേണം. എന്താടാ തടിച്ച് കൊഴുത്തല്ലോ നീ? പിന്നെ സൂപ്പറാടാ. ലച്ചു, ഞാൻ പറഞ്ഞില്ലേ ഞാൻ പോയാൽ അവിടെ അയച്ചു തരുന്നു. തന്നിരിക്കുന്നു നല്ല മജ്ജയും മാംസവും ഉള്ള സിദ്ധുവിനെ. എന്തൊക്കെയാണ് വികാസം തന്നെ? പരമസുഖം. ബ്ലോക്ക് ആയിരുന്നു വരുന്ന വഴി, അത് മാത്രമേ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൂ. പിന്നെ എന്തല്ല ഇവിടെ സുഖം തന്നെ. ഓ, അത് മുഖം കണ്ടാൽ അറിയാലോ. തിരിച്ചു പോയില്ലേ ദുബായിക്ക്? പിന്നെ ഞാൻ പോയി. ഞാൻ അടുത്തപ്പോഴേ അർബാബ് അമേരിക്കയിൽ പോയിരിക്കുന്നു. ഓ, അപ്പൊ ഞാനിങ്ങ് പോന്നു. പിന്നെ അവിടെ ഈ കുബൂസും പച്ചവെള്ളവും കുടിച്ച് നിൽക്കണ്ടല്ലോ. അതല്ല, അപ്പൊ അർബാബിന് ഇടംകൈയും വലംകൈയും ഇങ്ങോട്ട് വന്നതിനപ്പൊ പുള്ളിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? ഇടംകൈയും വലംകൈയോ? എന്താ അങ്ങനെ പറഞ്ഞു? ഇക്ക കഴിഞ്ഞ അവിടെ അങ്ങനെയല്ലേ പറഞ്ഞേ? അവിടെ എല്ലാവരും നമ്മൾ ഇടംകൈ വലംകൈ വിളിക്കുന്ന നിനക്കറിയില്ലേ? എടാ, നമ്മൾ ഇടംകൈ വലംകൈ എന്നല്ലേ വിളിക്കാറവിടെ. വണ്ടി പോലും നമ്മളില്ലാതെ ഓടില്ലല്ലോ. അങ്ങനെ വണ്ടി മാത്രമല്ല, ഒട്ടകം. അമ്മ, എന്തുണ്ട്, സുഖല്ലേ? കോഴിക്കോടുള്ള എല്ലാവർക്കും എങ്ങനെയുണ്ട്? കോഴിക്കോട് നാട്ടുകാരും നമ്മളൊക്കെ പരമസുഖമായിട്ടിരിക്കുന്നുണ്ട്. അല്ല, നമ്മളന്ന് കഴിച്ച പഴംപൊരി ബാക്കിയുണ്ടോ? പഴംപൊരി എല്ലാം തിന്നില്ലേ, പിന്നെ എങ്ങനെയാ ബാക്കി വരുന്നേ? ഓ, കോമഡി കോമഡി, തമാശക്കാരി തമാശക്കാരി. സിദ്ധു, നിന്റെ വീട്ടിലെ ഫുള്ള് തമാശക്കാരാട്ടോ. എത്ര പഴംപൊരി വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കി തരാം. പക്ഷേ പഴംപൊരിയിലൊന്നും നിൽക്കൂലട്ടോ. ഞാൻ അന്ന് വന്നപ്പോ പറഞ്ഞില്ലേ, ഞാനൊരു വാക്ക് പറഞ്ഞ അർബാബ് കേൾക്കുന്നു. എന്റെ ഒരൊറ്റ വാക്കിന്റെ പുറത്താണ് സിദ്ധുവിന് ലീവ് കിട്ടിയത്. പിന്നെ ഞാൻ എന്ത് പറഞ്ഞാൽ അർബാബ് കേൾക്കുന്നേ. എന്തല്ലേ കാരണമാണല്ലേ സിദ്ധുവളി വരാൻ ലേറ്റ് ആയത്? അതിനങ്ങനെ ഒരു അർത്ഥമുണ്ടോ? അങ്ങനെ അർത്ഥമുണ്ട്. എങ്കിൽ പിന്നെ വന്ന കാലം നിൽക്കാൻ നമുക്ക് അകത്തിരുന്ന് തള്ളിയാലോ? കഴിഞ്ഞ തവണ വന്നപ്പോഴേ അടിയൻ ഇതേപോലെ തമാശയായിരുന്നു അല്ലേ? അതൊക്കെ വിടുക്കാം. ദുബായില് ഞാനില്ലാതെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു പറ. ഓ, നല്ല സമാധാനം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയാ, ഒരു കാര്യമില്ലാതെ വളിപ്പിടിച്ച് ഒറ്റയ്ക്ക് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. പ്രവാസ ജീവിതല്ലേ, ചിരിക്കാൻ എന്തെങ്കിലുമൊക്കെ കാരണം വേണ്ടി അളിയാ. അവളൊരു കാര്യം ചെയ്ത് നിങ്ങളെ തള്ളു കിടക്കട്ടെ. അല്ല, നിങ്ങളുടെ സംസാരം നടക്കട്ടെ. ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് വരാം കുടിക്കാനേ. തൊണ്ട വരളുന്നുണ്ടോ തള്ളിട്ട്. തമാശക്കാരൻ. പിന്നിക്കാ, ഓ, നാട്ടിലേക്ക് വരുന്നതിന് മുമ്പേ ദുബായിൽ വെച്ചിട്ട് യാറാനെ കണ്ടായിരുന്നു. പിന്നെ കാണാതെ? അവള് സുഖമായിട്ടിരിക്കുന്നു. അവളെ കാര്യങ്ങളൊക്കെ സുഖമായി പോകുന്നുണ്ട്. പിന്നെ അർബാബ് അമേരിക്കയിൽ പോയത് കൊണ്ടാണോ എന്ന് അറിയില്ല, നല്ല സങ്കടം ഉണ്ട് അവൾക്ക്. അല്ല, ഇനിയിപ്പോ അർബാബ് അമേരിക്കയിൽ പോയത് കൊണ്ടാണോ അതോ സിദ്ധു നാട്ടിലേക്ക് വന്നത് കൊണ്ടാണോ നമുക്കറിയില്ല കേട്ടോ. ഞാൻ ദുബായിൽ ഇങ്ങോട്ട് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് അവളെ പോയി കണ്ടിരുന്നു. ഭയങ്കര കരച്ചിലായിരുന്നു. ആ ദിവസം മാത്ര, അത് കഴിഞ്ഞ് 3 ദിവസം അതേ കരച്ചിലായിരുന്നു. എടാ, ഭക്ഷണം പോലും കഴിക്കാറില്ലായിരുന്നു അവള്. പാവം. ഭക്ഷണം പോലും ഇല്ല. അർബാബ് പറഞ്ഞാ കേക്കണ്ടേ? എങ്ങനെ? നീ പറഞ്ഞാൽ മാത്രല്ലേ അവള് കേൾക്കുള്ളൂ. നമ്മളൊന്നും പറഞ്ഞാൽ കേൾക്കുകയില്ല. പാവല്ലേ? പാവാട് അവള്. അല്ല, പഴംപൊരി ഒന്നുമില്ലേ? വെള്ളം കുടിക്ക, പഴംപൊരി പറയാ വരും. കമ്പനിന്ന് കോള്. അയ്യോ, ഞാനിവിടെ പറയല്ലേ, ലീവ് ക്യാൻസൽ ചെയ്യും. പോരാവേ. പോരാ. ഹലോ, ഞാനേ ഫുഡിന്റെ കാര്യം എന്തായെന്ന് നോക്കിയിട്ട് വരാവേ. പെട്ടെന്ന് നോക്ക്.
ഇക്ക നിങ്ങൾ നേരത്തെ ഈ യാറ എന്നെന്തോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നല്ലോ. യാറ അതാരാ? യാറ ആരാന്ന് ചോദിച്ചാൽ ഞാനെന്താ പറയാ, യാറ അർബാബിന്റെ സിസ്റ്ററിനെ പോലെയാ. അല്ല, സിസ്റ്റർ തന്നെയാ. ഓ സിസ്റ്ററാ? ആ നേരത്തെ നേരത്തെ അതെ നമ്മുടെ അറബാബിന്റെ സിസ്റ്റർ എന്ന് പറഞ്ഞല്ലോ. അതെ, യാറയും യാറ അളിയനെ ഭയങ്കര കാര്യമാണെന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ. പിന്നെ അവക്ക് സിദ്ധുവിന് ഭയങ്കര ഇഷ്ടമാണ്. സിദ്ധു ഭക്ഷണം കൊടുത്താലേ ഭക്ഷണം കഴിക്കുള്ളൂ, സിദ്ധു ഉറക്കിയാലേ അവൾ ഉറങ്ങത്തുള്ളൂ. മാത്രല്ലടാ എപ്പോഴും അവളെ പുന്നാരിച്ചോണ്ടിരിക്കുകയും വേണം സിദ്ധു. അത്രയ്ക്ക് ഇഷ്ടമാണോ? പിന്നെ ഭയങ്കര ഇഷ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലച്ചേച്ചേക്കാളും ഇഷ്ടമാണോ? ലച്ചു 5-6 കൊല്ലം കൂടുമ്പോ 2 മാസല്ലേ കാണുന്നുള്ളൂ, ബാക്കി സമയം മുഴുവൻ യാറയുടെ കൂടിയല്ലേ. ഇക്ക ഇപ്പൊ യാറയുടെ കാര്യം പറഞ്ഞല്ലോ. ഒന്നില്ല ഇക്ക, നല്ല മധുരണ്ട്. ആണാ? ഇക്ക പിന്നെ ഈ യാറയ്ക്ക് ഏറെക്കുറെ ഒരു എത്ര വയസ്സ് വരും? പപ്പായിരിക്കും അല്ലേ? ചെറുതോ കൊച്ചു വെച്ച് അല്ലേ? കൊച്ചോ? എടാ അവക്ക് 21 വയസ്സായടാ. പോനു 21 വയസ്സൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. കുറുമ്പിന് ഒരു കുറവുമില്ല. ഭാഗ്യത്തിനെ ആ കുറുമ്പ് ഇവിടെ സിദ്ധുവിനോട് മാത്രമേ ഉള്ളൂ. നമ്മുടെ അടുത്തേക്കൊന്നും വരില്ല. അതുകൊണ്ട് അയ്യോ 21 ഭയങ്കര രസാ. അവനും അവളും കൂടി അവിടെ കാണേണ്ട കഥയാണ്. അയ്യോ കമ്പനിന്ന് അവിടെ ചെറിയൊരു വള്ളി ഞാനത് സോൾവ് ആക്കി കൊടുത്തു. ചോദിച്ചില്ലല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഫുഡൊക്കെ ഉണ്ടാക്കിയോ? ഇപ്പം വരാട്ടോ കഴിക്കാ. ഇതാരാ വിളിക്കുന്നത്? ഹലോ, ഷമീർ നീ എവിടെ? ഞാനിവിടെ എറണാകുളത്ത്. വയറ്റില്ലണ്ടാ തരാന്നോ? എടാ ഞാൻ വരടാ. 15 മിനിറ്റ്. എടാ 15 മിനിറ്റ് ഞാൻ വയറ്റിലേക്ക് എത്താം. എത്തും, നീ വെയിറ്റ് ചെയ്. എത്തും. ഓക്കെ. സിദ്ധു, എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് വയറ്റിൽ വേണം. ഞാനൊന്ന് പോവുക കേട്ടോ. ഇക്ക ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. എടാ ഷമീറാടാ വന്നിട്ടുണ്ടടാ. ഏത് ഷമീർ? എടാ നമ്മുടെ കിസേസിലുള്ള ഷമീറില്ലേ? എടാ അവനെ 5 ലക്ഷം റുപ്യ വാങ്ങി 10 മാസം അതിനെ പറ്റിച്ച് നടക്കുക. ഇന്ന് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നും കൂടി പോയില്ലെങ്കിലേ ഇനി 10 മാസം കഴിഞ്ഞിട്ട് അവരെ പൈസ എനിക്ക് തരുള്ളൂ. അതുകൊണ്ടാട്ടോ. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ പോയാൽ പെട്ടി എടുത്തോണ്ട് പോവാ. പെട്ടി. വെച്ചു ഒരു കാര്യം ചെയ്യ്, 2 ആൾ കൂടി ഒരു ദിവസം നമ്മളെ അങ്ങോട്ട് പോവാം. 2 ദിവസം നിന്ന് അടിച്ചു പൊളിച്ചിട്ട് നമുക്ക് പോരാ കേട്ടോ. ഐറ്റം പൊട്ടിച്ചില്ലല്ലേ ഭാഗ്യത്തിന്? ഇല്ല. അളിയാ ശരി വെച്ചു പോട്ടെ. നിന്നൊരു ചേച്ചി ശാന്തമാകും.